ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു. അലീനയെ പോലീസ് പിടിച്ചോണ്ട് പോയേക്കാണല്ലോ. അപ്പൊ അലീനയെ പിടിച്ചോണ്ട് പോയത് വേറെ ഒന്നിനും അല്ല, അലീനയെ അവരെല്ലാവരും അല്ല, രോഹിത്തും ഹരിയും കൂടി ചേർന്ന് ഒരു പ്രാവശ്യം റേപ്പ് ചെയ്യാൻ ശ്രമിച്ചല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും രോഹിത്തും ഹരിയും തുറന്നു പറഞ്ഞപ്പോൾ അലീനയെ കൊണ്ടുപോകണം, തെളിവെടുപ്പിന് അലീനയുടെ മൊഴി എടുക്കാനൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അതിനുവേണ്ടിയാണ് പോലീസ് പിടിച്ചോണ്ട് പോയത്. എങ്കിൽ പോലും ആ പോലീസ് വളരെയധികം എന്താ പറയാ, ഒരു മാന്യമായിട്ട് രീതിയിലൊന്നും അല്ല അലീനയെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. രേവതിക്കുട്ടി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഴിക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ അപമാനിക്കുകയാണ് കേട്ടോ. നിന്റെ ഫോട്ടോസ് അങ്ങോട്ട് അവന്മാരുടെ കയ്യിലുണ്ടല്ലോ, നിന്റെ നേക്കിഡ് ഫോട്ടോസ് ആണോ ഉള്ളത്, നീ നിന്ന് കൊടുത്തതാണോ അതോ കിടന്നു കൊടുത്തതാണോ ഇരുന്ന് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുക ആ വനിതാ പോലീസ്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും അവരുടെ കയ്യിൽ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറേ. കാരണം അങ്ങനെ അവരെടുത്തിട്ടില്ല, എനിക്കറിയാം. എന്റെ സമ്മതത്തോടു കൂടി എന്നല്ല, ഒരിക്കലും അത് അവരുടെ കൈ കാണില്ല. നിങ്ങൾ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ അവന്മാര് വെറുതെ പറയുന്നത്. എന്റെ ഫോട്ടോസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം എതിരെ നിന്റെ ഫോട്ടോസ് ഇല്ലോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തെളിയിക്കാം, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിയിക്കാം എന്നൊക്കെ പറയാം. അപ്പൊ അതിനിടയ്ക്ക് വേറൊരു പോലീസുകാരൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അലീനേനെ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കോട്ടേജിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നങ്ങാണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കോട്ടേജിലേക്ക് കൊണ്ടുപോകാൻ അങ്ങാണ്ടാണ് ആദ്യം തീരുമാനിക്കുന്നത്. കോട്ടേജ് എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോലീസുകാർക്ക് തന്നെയാണ് പ്രശ്നം. അലീന എന്തെങ്കിലും കംപ്ലൈന്റിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പൊ മൊഴി എടുക്കണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു അലീനെ, അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ ഇവരുടെ അതായത് റൂൾസിനൊക്കെ നിരക്കുന്ന ഒരു രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ നിരക്കാത്തൊരു രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് തന്നെ അറിയാം ഇനിയിപ്പോ കോട്ടേജിലേക്കൊക്കെ കൊണ്ടുപോയി ചിലപ്പോൾ വലിയ പ്രശ്നമാകും എന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ തന്നെ മീഡിയക്കാരെ വിളിച്ചു പറഞ്ഞ് കുറെ മീഡിയാസ് ഒക്കെ വന്ന്, ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്നിട്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ തന്നെ നിപ്പുണ്ട്. ഏതായാലും അലീന അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അലീനയെ വണ്ടിയിൽ ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്കും മീഡിയക്കാർ ചുറ്റും കൂടുകയാണ് കേട്ടോ. ഇതാണോ എര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ശരണ്യ എന്ന് പറയുന്ന പെൺകൊച്ചും ഇതിലൊരു എര തന്നെയാണല്ലോ. അപ്പം അലീനയും ഇതിന്റെ ഒരു എരയാണ്. അലീനയും കൂടെയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മൊത്തം പരക്കുന്നത്. അപ്പം ഒറ്റ നാണക്കേടാണെന്ന് ഓർത്ത് നോക്കണമേ. ആ മീഡിയസ് ഒക്കെ വന്ന് നമ്മുടെ അലീനയുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നു, അലീനയോട് ചോദിക്കുന്നു, നിങ്ങളെ എങ്ങനെയാണ് അവന്മാർ ഉപദ്രവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ്. ഏതായാലും ഈ സമയത്ത് പോലീസുകാരെങ്കിൽ പിന്നെ ഈ മീഡിയക്കാരെ ഒന്ന് അകറ്റി വിടുവോ മാറ്റി വിടുവോ ചെയ്യണം. ജസ്റ്റ് ഒരു കുറ്റവാളി ആണെങ്കിൽ കൂടി തലയിൽ ഒരു തുണിയോ മുഖം മൂടാൻ ഒരു തുണിയോ ഒക്കെ കൊടുക്കും. അത് എന്ത് കുറ്റം ചെയ്തവരാണെങ്കിൽ കൂടി പോലീസുകാർ അങ്ങനെ ചെയ്യൂല്ലോ. പക്ഷെ അതുപോലും കൊടുക്കാതെ, മുഖംമൂടി പോലും കൊടുക്കാതെ, ഒന്നും മറയ്ക്കാതെയാണ് അലീനെ അവൾ കൊണ്ട് ഇറക്കണത് കേട്ടോ. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറി പോടിയെന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ പോലീസുകാർ പോലീസ് സ്റ്റേഷൻ ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കുമാണ് അവിടെ ലോക്കപ്പില് 4 അവന്മാര് കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഹരിയും രോഹിത്തും പിന്നെ 2 പേരും കൂടെ കിടപ്പുണ്ട്. അപ്പൊ അലീന ഇവരെ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്നത്. അലീനയ്ക്ക് രോഹിത്തിന്റെ ഹരിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര അധികം ദേഷ്യമുണ്ടോ, ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. രോഹിത്തിനെ കാണുമ്പോഴത്തേക്കും രോഹിത്തിന്റെ ആ ഒരു മുഖഭാവവും ഒരു ദയനീയ അവസ്ഥയൊക്കെ കാണുമ്പോഴത്തേക്കും അലീനയ്ക്ക് തന്നെ എന്തോ പാവം തോന്നിപ്പോവോ, ഇനി രോഹിത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, അവൻ പെട്ടുപോയതാണോ എന്നൊരു ചെറിയ സംശയം തന്നെ നമ്മുടെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് CI ഉണ്ട്, പിന്നെ കോൺസ്റ്റബിൾ ഒക്കെ ഉണ്ട്. അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അലീനോട് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. നീ എന്തിനാടി ആ വീട്ടിൽ വന്നത്, നിന്നെ ആരാണ് കൊണ്ടുവന്നത്, നീയും ആ വീടുകാരുമായിട്ടുള്ള ബന്ധം എന്താടി, നീ ആ വീട്ടിലെ സർവന്റ് ആണോ, പക്ഷെ സർവന്റ് കഴിയുന്ന പോലെ അല്ലല്ലോടി നീ അവിടെ കഴിയുന്നത്, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാലോടി, നിന്നെ മിക്കവാറും ബാലചന്ദ്രൻ പണം തന്നിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അല്ല, അതായത് വളരെയധികം മോശമായിട്ട് രീതിയിലാണ് പോലീസുകാർ സംസാരിക്കുന്നത്. അപ്പൊ അലീന പറയുന്നുണ്ട്, സാറേ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്, സാറിന് എന്തറിയാം, നിങ്ങൾക്ക് എന്തറിയാം, എന്റെ അച്ഛനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹം എന്നെ മോളെ പോലെയാണ് കരുതുന്നത്. വേറെ ഒരു വീട്ടിലും എനിക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യവും സമാധാനവും എനിക്കിപ്പോ ആ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഒരിക്കലും എനിക്ക് ആ വീട്ടിനെതിരെയോ ആ വീട്ടുകാർക്കെതിരെയോ ഒന്നും കംപ്ലൈന്റ് തരാൻ പറ്റില്ല. രോഹിത്തിനോ ഹരിക്കോ എതിരെയൊന്നും എനിക്ക് കംപ്ലൈന്റ് തരാൻ പറ്റില്ല. കാരണം അവിടത്തെ ചോറ് തിന്നാൻ ഞാൻ ജീവിക്കുന്നത്.
പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ. അത് ശ്രമിച്ചുവെങ്കിൽ ശ്രമിച്ചത് ശരി, എനിക്ക് പരാതിയില്ല. എന്റെ ജീവൻ രക്ഷിക്കാനും എന്റെ മാനം രക്ഷിക്കാനും വേറെ ആരുടെയും ഇതൊന്നും വേണ്ട. എനിക്കറിയാം എന്റെ ജീവനും മാനവും എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാനും ഒക്കെ എനിക്കറിയാം. അങ്ങനെയാ ഞങ്ങളുടെ ബ്രിജിത്താമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വളർന്നത്, എന്നെ 28 ദിവസം ഉള്ളപ്പോഴെങ്ങാണ്ടാ എന്റെ ബ്രിജിത്താമ്മയുടെ കൈ കിട്ടിയത്. അന്ന് മുതൽ ഞാൻ ബ്രിജിത്താമ്മ പറയുന്നത് കേട്ടാ വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും മോശമായ വഴിയിലൂടെ ഒന്നും പോകത്തില്ല. അങ്ങനെ പോകുന്നവരെ കണ്ടാ വരെ അത് തിരുത്തി മാറ്റാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എന്നെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും രോഹിത്തിന്റെയും ഹരിയുടെയും കയ്യിലില്ല. അത് മാത്രമല്ല, ഒരിക്കലും ഞാൻ അവർക്ക് എതിരെ എനിക്ക് പരാതി തരേണ്ട കാര്യമില്ല. ഞാൻ നോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും അവരെന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്നെ ഉപദ്രവിക്കാനോ ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ ഞാൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് തരണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, നിന്നെ കൊണ്ട് കംപ്ലൈന്റ് തരാൻ പറ്റുമോന്നൊന്നും ഞാൻ നോക്കട്ടെ. ഏതായാലും ഇവന്മാര് കിടക്കുന്ന പോലെ നീ ലോക്കപ്പിൽ കിടക്ക. ഇവന്മാർക്ക് നീ എന്താ കൂട്ടു നിൽക്കുകയാണോ? ഇവന്മാരെ രക്ഷിക്കാൻ നോക്കുകയാണോ? ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയിട്ട് ഇവന്മാരെയാണോട് നീ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് വെച്ചപ്പോ, തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം സാറേ. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഞാൻ ആരെയും രക്ഷിക്കാൻ നോക്കുന്നില്ല. പക്ഷെ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല സാറേ. എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ച് എന്നെ രണ്ടടിയൊക്കെ തന്നിട്ട് കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഞാൻ എഴുതി തരണോ? അതിനുവേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാറേ, നിങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ? ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ നിങ്ങളല്ലേ രക്ഷിക്കേണ്ടത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നീ കൂടുതൽ ഞങ്ങളെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും വേണ്ട. നീ ആരാടി? നീ ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അപ്പം അവിടെ കീർത്തന നോങ്ങണ്ടല്ലേ പേരാ കോൺസ്റ്റബിളിന്റെ. കീർത്തന ഇവളെ പിടിച്ചകത്തിടാൻ പറയുന്നു. കീർത്തനയോ അങ്ങനെ കണ്ടൊക്കെയാണ് പേര്. അപ്പൊ ഇവളെ പിടിച്ചകത്തിടാൻ പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയെ അവിടെ മാറ്റി നിർത്തുകയാണ്. ഏതായാലും ഇതേ സമയം മാമച്ചനും ഗ്രേസിയും രേവതിക്കുട്ടിയൊക്കെ സത്യം അറിഞ്ഞു. ഇതിന്റെ കൂടെ നമ്മുടെ അലീനയെ മനു വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ മനു വിളിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്നത്തെ വിശേഷത്തിൽ അത് വന്നില്ല, നാളത്തെ വിശേഷത്തിലാട്ടോ വരുന്നത്. അങ്ങനെ അലീന ഇങ്ങനെ ഇരുന്നപ്പോ മനു വിളിക്കുകയാണ്. മനു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് തന്നെയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. അപ്പൊ കൃഷ്ണമോള് ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മുടെ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട അലീന ചേച്ചി ഇവിടെ ഇല്ല. അല്ല, അലീന എവിടെ പോയത്? അങ്കിളിന്റെ അടുത്ത് പോയെന്ന് ചോദിക്കുമ്പോ ഇല്ല, അലീന ചേച്ചി വന്ന് പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത്. എന്താ കൃഷ്ണമോളെ നീ പറയുന്നത്? പട്ടാപ്പകര് പോലീസുകാർ എന്ന് പിടിച്ചോണ്ട് അവളെ എന്ത് തെറ്റാ ചെയ്തത്? അതൊന്നും എനിക്ക് അറിയില്ല. അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അലീന ചേച്ചി പോലീസുകാർ പിടിച്ചോണ്ട് ഇത് പണ്ടത്തെ ആ ഒരു കേസിലായിരുന്നോ നമ്മുടെ ഹരിയേട്ടനും രോഹിട്ടനൊക്കെ കൂടി ചേർന്ന് അലീന ചേച്ചിനെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചപ്പോ അലീന ചേച്ചി കത്രിക കൊണ്ട് കുത്തി താനെ മുറിവേൽപ്പിച്ച് ഹോസ്പിറ്റലിലായില്ലായിരുന്നോ? അതൊക്കെ വന്ന് പോലീസുകാർ പറയുന്നത് കേട്ടു. അതിന്റെ എന്തോ ചോദിക്കാനോ പറയാനോ എന്നൊക്കെ പറഞ്ഞ ആ പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് പോയത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമര്യാദയായിട്ടൊക്കെയാ അലീന ചേച്ചിനെ കൊണ്ടുപോയത്. അവരുടെ ഉദ്ദേശം വേറെ എന്തോ, അതെനിക്ക് ഉറപ്പുണ്ട്. അലീന ചേച്ചിനെ കൂട്ടിക്കൊണ്ടുപോയത് വേറെ എന്തിനാ? കാരണം അലീന ചേച്ചിക്ക് ആരും ഇല്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലീന ചേച്ചി എന്തും ചെയ്യാം, അത് ഉറപ്പ്. അതുകൊണ്ട് മനുവേട്ടൻ എത്രയും പെട്ടെന്ന് മനുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് കാര്യങ്ങൾ പറയുമ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, ആര് വന്നാലും വാതിലൊന്നും തുറക്കണ്ട, മോള് ഫോൺ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഏതായാലും ഈ വിവരം കേട്ടോണ്ട് കമലയും നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം കമലയാണെങ്കിൽ ഈ വിവരം കേട്ട് കഴിഞ്ഞ് കമല ചോദിച്ചു. കമലയ്ക്ക് മനസ്സിലായി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. മാത്രമല്ല കമലയും അറിഞ്ഞു നമ്മുടെ അലീനയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം. അങ്ങനെ കമല ചോദിച്ചു നീ എവിടെ പോവാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ, ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്, അലീനയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവളെയും അപ്പൊ കൊണ്ടുപോയോ? അവളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവളെ കൊണ്ടുപോകണമായിരുന്നു. അവളെ ഒറ്റയൊരുത്തി കാരണമാണ് ഇവിടെയുള്ള ആണുങ്ങളൊക്കെ പിഴച്ചു പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി അവളുടെ മെക്കിട്ട് കയറിക്കും, അവളെ കാരണം ഇവിടുത്തെ ആണുങ്ങൾ പിഴച്ചു. നാണമില്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനായിട്ട്? പട്ടാപ്പകലെ അവളെ എന്തോ ജ്യൂസ് കലക്കി കൊടുത്തിട്ട് അമ്മയുടെ മോൻ തന്നെയല്ലേ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അവൾ അന്തസ്സായവളായതുകൊണ്ട് അവൾ മരിച്ചാലും കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവൾ കത്രിക വെച്ച് കുത്തി രക്ഷപ്പെട്ടു. എന്നിട്ട് അമ്മ സപ്പോർട്ട് ചെയ്യുക, നാണമില്ല സ്ത്രീയെ നിങ്ങൾക്ക് എന്നൊക്കെ നമ്മുടെ മനു ചോദിച്ചു കേട്ടോ. അപ്പൊ മനു ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കമലയോട് വിവരം പറഞ്ഞതും കമല അങ്ങോട്ട് റൈസാവും. കമല പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. നീ ഈ സമയത്ത് ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ അമ്മേനെ തനിച്ചാക്കിയിട്ട് നിന്നെ പ്രസവിച്ച നിന്റെ തള്ളേനെ തനിച്ചാക്കിയിട്ട് നീ ആ മറ്റോളെ രക്ഷിക്കാൻ പോകുന്നോടാ വൃത്തികെട്ടവനെ, നീ പോകണ്ടറാ, നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണോടാന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ പിടിച്ച് ലോക്ക് ചെയ്തിട്ടു. അപ്പോഴേക്കും മനു പറഞ്ഞു എന്താ അമ്മ ഈ പറയുന്നത്? ഒരു പെണ്ണിനെ പട്ടാപ്പകൽ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് ആരും തിരക്കാൻ ചെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് എവിടത്തെ ന്യായമാ? അത് ബാലചന്ദ്രൻ അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ അങ്കിൾ അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല മനു. ഈ സമയത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. നിന്റെ അമ്മയല്ല ഞാനെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. നിനക്ക് എന്നോടൊരു ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ, നിനക്ക് എന്നോട്
ഒരു സ്നേഹം ഇല്ല എങ്കിൽ നിന്നെ പ്രസവിച്ചത് ഞാനല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ട്, നീ ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് കമല കയറി അങ്ങോട്ട് വാതിലിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ് കേട്ടോ. മനു പറഞ്ഞു എന്റെ പൊന്നമ്മയൊന്നും മാറ്, ആ പെങ്കുച്ചിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, അവള് തന്നെയാ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത്. ഈ പോലീസുകാരെല്ലാവരും അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, ആരും പേരും ഈരും ഇല്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നീ ഇവിടുന്ന് പോകണ്ട പോകണ്ട പോകണ്ട, അറിയാലോ ദേ ഇപ്പൊ ഞാൻ അച്ഛനെ വിളിക്കും, അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോഴത്തേക്കും മനു പേടിച്ചു പോകുന്നുണ്ടോ അതോ ഇനി മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നറിയില്ല. മനുവിന്റെ സ്വഭാവത്തിന് മാറുതള്ളേ പോകാം എന്ന് പറഞ്ഞിട്ട് മനു ഇറങ്ങി പോകും. സാധാരണ അങ്ങനെയാണ് മനു ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ മനു ഇറങ്ങി പോകില്ലെന്ന് അറിയില്ല, കഥയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റും അതുപോലെ കഥയ്ക്ക് ഒരു വഴിത്തിരിവ് മാറ്റം ഒക്കെ വേണ്ടേ. കാരണം മനു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസിയും നമ്മുടെ രേവതിക്കും മാമച്ചനും വരാൻ പറ്റുമോ? കാരണം മനു അവിടെ ചെല്ലും, പിന്നെ മനു അല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ. പക്ഷെ അത്രയും പെട്ടെന്ന് മനു അങ്ങ് ചെന്ന് അലീനെ കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് കാണുമ്പോഴും അതുപോലെ മനുവിനല്ല അലീനേനെ അത്രയും പേര് നേരം അവിടെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല, കഥ വലിച്ചു നീട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും മനു പോകാത്തത്. ഇനി മനു പോകുന്നുണ്ടോന്ന് കൺഫേം അല്ല കേട്ടോ. ചിലപ്പോൾ മനു പോകുമായിരിക്കാം, മനു ചെല്ലുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു. ഗ്രേസിയും മാമച്ചനും രേവതിയും ഇതിൽ ഇടപെടാണ്. അപ്പൊ നമ്മുടെ മാമച്ചന്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഒരു എന്തോ ഒരു ഫാമിലി ഫ്രണ്ട് അങ്ങാണ്ടാണ്. അപ്പൊ പുള്ളിക്കാരൻ DYSP ആണ്. അപ്പൊ പുള്ളിക്കാരനോട് വിളിച്ച് കാര്യങ്ങൾ പറയുവാണ്, ഞാൻ മാമച്ചനാണ് വിളിക്കുന്നത്, പാലാരിവട്ടത്തു നിന്നാണ് എന്ന് പറയുമ്പം എന്താ മാമച്ച, എന്നാ ഉണ്ട് വിശേഷം, എന്താ സുഖമായിട്ടിരിക്കുന്നു, എന്തിയ ഗ്രേസി ഒക്കെ എന്തിയ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, ഞാനൊരു കാര്യത്തിന് വിളിച്ചതാണ്, വേറെ ഒന്നിനുമല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടീനെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാണ്, അവിടുത്തെ ഏതാണ് പോലീസ് സ്റ്റേഷൻ പരിധി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് രക്ഷിക്കണം, ഒന്ന് ഇറക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് റിസ്ക് ആയിട്ടുള്ള കേസാണ്, പിന്നെ ഒരു പെങ്കൊച്ചിനെ ചുമ്മാതെ അങ്ങോട്ട് പോലീസ് പിടിച്ചിട്ട് പോകത്തില്ലല്ലോ മാമച്ച, എന്താ കാര്യം കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറെ ഒന്നുമല്ല, ആ പെങ്കൊച്ചി വേലയ്ക്ക് നിന്ന വീട്ടിലെ 2 ചെറുക്കന്മാർ കൂടി ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിച്ചു. ആ പെങ്കൊച്ചി പരാതി എങ്ങാണ്ടൊക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ ബേസിൽ ഈ പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് എന്തോ തെളിവെടുക്കാനാണെന്നോ എന്തോ മൊഴി കൊടുക്കാനാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത്രയ്ക്ക് സേഫ് ആണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രമിക്കാം, ഞാൻ നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്താം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. മാമച്ചനും ഗ്രേസിയൊക്കെ ആ പെങ്കൊച്ചിന്റെ അടുത്തേക്ക് പൊക്കോ, കാരണം അങ്ങനെ ഒരു രാത്രി മുഴുവനൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ പോലീസുകാരാണ്, ഞങ്ങൾക്കൊക്കെ അറിയാം അവിടെ നടക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ. അതുകൊണ്ട് അത്രയ്ക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക മാമച്ച, നീ ഒരു കാര്യം ചെയ്യുക, പെങ്കൊച്ചിന്റെ അടുത്തേക്ക് പൊക്കോ, അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ നിന്നോണം, തന്നെ സേഫ് അതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്നാ ഓക്കെ ശരി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോണം, വളരെയധികം ഉപകാരം ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അതിന്റെ നേരെ നമ്മുടെ ഗ്രേസിയും മാമച്ചനും രേവതിയും കൂടി അലീനയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ അറിയാണ് അലീനയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന്. അയ്യോ സോറി, അത് അറിയുന്നില്ല തോന്നുന്നു കേട്ടോ. അതിപ്പോ തൽക്കാലം പറയുന്നില്ലെന്ന് തോന്നുന്നു, കാരണം പുള്ളിക്കാരൻ അറ്റാക്ക് വന്നൊക്കെ ഇരിക്കുമല്ലോ, അപ്പൊ അത് പറയാൻ ചാൻസ് കുറവാണ്. പിന്നെ കുറച്ചുപേര് കമന്റ്സിലൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബാലചന്ദ്രൻ മരിച്ചു പോകുമോ, ബാലചന്ദ്രൻ മരിച്ചുപോയ കഥ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ആരോ ഇങ്ങനെ ഒരു കമന്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാലചന്ദ്രൻ മരിക്കുന്നൊന്നുമില്ല, ബാലചന്ദ്രൻ ഇപ്പൊ മരിക്കത്തില്ല. നമ്മുടെ ഈ കഥയിൽ ഉടനീളം ബാലചന്ദ്രൻ ഉണ്ട്, ബാലചന്ദ്രൻ എന്ന കഥാപാത്രം ഉടനീളം ഉണ്ട്. ഇനിയും ബാലചന്ദ്രൻ വൈജയിട്ട് വട്ടം കറക്കണ്ടേ, ബാലചന്ദ്രൻ അത്രയ്ക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജനെ ഇട്ട് വട്ടം കറക്കാനും നമുക്കത് കണ്ട് രസിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ബാലചന്ദ്രൻ മരിക്കത്തൊന്നുമില്ല കേട്ടോ. കമന്റ് ചോദിച്ച ആൾക്ക് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഏകദേശം നാളെ ഞാൻ പറഞ്ഞ ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഏകദേശം അത്രയൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം അലീനെ ഉടനെ തന്നെ പുറത്തിറക്കിക്കൊണ്ട് വരും. അലീനയുടെ രോമത്തിൽ പോലും പോലീസുകാർക്ക് തൊടാനായിട്ട് പറ്റത്തില്ല, അതിന് സമ്മതിക്കത്തുമില്ല. മനുവും നമ്മുടെ ഗ്രേസി മാമച്ചനും ഒക്കെ കൂടി കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പോ നമ്മുടെ രോഹിത് നിരപരാധിയാണ്, അത് തെളിയിക്കാൻ പോവുകയാണ് നമ്മുടെ അലീന. അതിലേക്കുള്ള കാര്യങ്ങൾ അലീന ഇപ്പൊ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നു. അപ്പൊ വലിയൊരു നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നാളെ നല്ല അടിപൊളി നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പൊ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ കഥ കാറ്റത്തെ കിളിക്കൂടെ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇടുന്നുണ്ട്. കുറെ പേര് ചോദിച്ചായിരുന്നു റിയൽ സ്റ്റോറി ന്യൂ, നിങ്ങൾ വേണ്ടവരെ എന്നോട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോസ്റ്റിൽ നിങ്ങൾ കയറി നോക്കിയാൽ നമുക്ക് ലിങ്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ലിങ്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ റൂൾസ് അങ്ങനെയാണ്, കമന്റ് ചെയ്യാൻ പാടില്ല നമുക്ക്. ലിങ്ക് ഫോൺ നമ്പർ അഡ്രസ്സ് അങ്ങനെ കമന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റിൽ നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാറ്റത്തെ ക്ലിക്കൂടെ എഴുതിയിട്ട് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കയറി കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം.
പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതും സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.